ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് 4 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ തത്വങ്ങളെ നമ്മൾ സ്വാംശീകരിച്ച് ജീവിതം നയിക്കുകയാണെങ്കിൽ ശാന്തിയും പിന്നെ കിട്ടുന്നത് മോക്ഷമാണ്. ധർമ്മത്തെ ആസ്പദമാക്കി നമ്മൾ അർത്ഥങ്ങളും കാമങ്ങളും നമുക്ക് അനുഭവിക്കാം. എത്ര ധനം വേണമെങ്കിൽ സമ്പാദിക്കാം ധർമ്മത്തെ ആസ്പദമാക്കി. എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം ധർമ്മത്തെ ആസ്പദമാക്കിയിട്ട്. ധർമ്മം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മൾ കരുതിക്കൂട്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയില്ല. എത്രയോ ധനം സമ്പാദിക്കാം, അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പിന്തുടർന്നവർക്ക്, ഈ തത്വങ്ങൾ പിന്തുടർന്നവർ ഇങ്ങനെയൊന്നും മെനക്കെടില്ല. അത് വേറെ കാര്യം. കാരണം ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ ദുരിതങ്ങൾക്കും വിപത്തുകൾക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ധർമ്മം പോയിരിക്കുന്നു. എന്തും ഏതും ആർക്കും ചെയ്യാം. മറ്റുള്ളവനെ പറ്റി യാതൊരു കൺസേണും ഇല്ല. സ്വാർത്ഥത അങ്ങോട്ട് താണ്ഡവ നൃത്തം ചെയ്യാണ്. എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട്, പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള സ്വാർത്ഥത അത് ഇന്നിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയായിരിക്കുന്നു. അവനവൻ്റെ മനസ്സിലും ആയിരിക്കുന്നു, വീടുകളിലും ആയിരിക്കുന്നു. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ ഭൂമുഖത്ത് നമ്മൾ എന്തിനെ പേടിക്കുന്നു? ഇവിടെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഒരു ജീവിയും വന്നിട്ടില്ല. ഇവിടെ ഇന്ന് മനുഷ്യൻ പേടിക്കുന്നത് ആരെയാണ്? മനുഷ്യനെ തന്നെ. ഇവൻ ജന്തുക്കളെക്കാട്ടിലും മോശമായ ഒരവസ്ഥയിലായിരിക്കുന്നു. ഇന്ന് സ്വന്തം വീട്ടിൽ വാതിൽ തുറന്നിരിക്കാൻ പേടിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തം വീട്ടിൽ ഒരാൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാതിലൊന്ന് തുറന്ന് എന്താന്ന് ചോദിക്കാനും കൂടി പേടി. ഒരു സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടി തിരിച്ചെത്തുന്നവരെ പേടി. എല്ലാം പേടി. ആസ്പത്രിയിൽ പോയാൽ പേടി, സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സിന് പേടി, എന്തിന് ചുരുക്കം പറയുന്നു വീട്ടിലേക്ക് ചെല്ലുന്ന അച്ഛന് പോലും പേടി മക്കളെ. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചില്ലേ നമ്മുടെ ജീവിതം? എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ധർമ്മം എന്ന അതിദിവ്യമായിട്ടുള്ള വസ്തു അസ്തമിച്ചിരിക്കുന്നു. പണ്ടതല്ല. ചെയ്യണത് ശരിയാണോ തെറ്റാണോ? ഇതിനെ മുറുകെ പിടിച്ച് ജീവിതം നയിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ശാന്തി കിട്ടുമായിരുന്നു. അതിനെ നമ്മൾ വിട്ടുകഴിഞ്ഞു. ചെയ്യേണ്ട ജോലി ഒന്ന് ചെയ്താൽ തന്നെ അത് ധർമ്മമായി. ഞാൻ എന്താണോ ജോലി ചെയ്യേണ്ടത് അത് തന്നെ ചെയ്ത ധർമ്മമായി. ഇന്ന് അതുപോലും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് താൻ പറഞ്ഞത് മനസ്സിലായേ പറ്റൂ, മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അത്രയും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരു ഡോക്ടർക്ക് തൻ്റെ പേഷ്യൻസിനെ പൈസക്കല്ലാതെ ആത്മാർത്ഥമായി ചികിത്സിക്കുക. ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്നവനെ ഒരു 10 കാല് നടത്തിക്കാതെ തൻ്റെ ജോലി ഒന്നും ചെയ്താൽ. എവിടെയും ഇതല്ലേ? മനുഷ്യൻ ചുറ്റിക്കുക, മനുഷ്യനെ വഞ്ചിക്കുക, മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ധർമ്മം പോയി കഴിഞ്ഞു നമ്മുടെ. മറ്റതല്ല, അതാണ് മനുഷ്യത്വം. അത് പോയി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളുള്ളൂ: അർത്ഥം, കാമം. മോക്ഷം എന്ന വാക്കേ അറിയില്ല. അഥവാ കേട്ടതിന് ആർക്ക് വേണം മോക്ഷം? ഇത് കേട്ടതൊന്നും ഈ ആർക്ക് വേണം മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുടെ പോക്കറ്റിലാണോ മോക്ഷം? ഈ മോക്ഷം എന്ന ഒരു അനുഭവം അനുഭവിക്കണമെങ്കിൽ എത്രയോ ജന്മം എടുക്കേണ്ടി വരും. അതത്ര എളുപ്പമുള്ളതല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥയിലെത്തുന്ന ഒരവസ്ഥ. ഇവിടെ ഇന്നിപ്പോൾ സമൂഹത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ 2 കാര്യങ്ങളേ: അർത്ഥം, കാമം. അർത്ഥം, കാമം ആയിക്കോട്ടെ, ബേസ്ഡ് ഓൺ ധർമ്മ. ഇന്ന് അത് ധർമ്മം അസ്തമിച്ചിരിക്കുന്നു. മറ്റുള്ളവന് എന്ത് വന്നാലും വേണ്ടില്ല എനിക്ക് പണം ഉണ്ടാക്കണം, മറ്റുള്ളവന് എന്ത് വന്നാലും വേണ്ടില്ല എൻ്റെ ആഗ്രഹം നടക്കണം. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചില്ലേ നമ്മുടെ ജീവിതം? ഇതിനാരാ ഉത്തരവാദി? വെറും പ്രോഫിറ്റ് മൈൻഡഡ്. ഒരു ആസ്പത്രിയിൽ ചെന്ന ഇത് രോഗിയുടെ രോഗം മാറിയ ഒന്നും കൺസേൺ അല്ല, പൈസ. ഈ ഒരു ആത്മാർത്ഥ എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ പോലും ആത്മാർത്ഥം മറഞ്ഞിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ മനസ്സിൽ നിന്ന് അധർമ്മം അസ്തമിച്ചിരിക്കുന്നു. മറ്റതല്ല, ഇത് മനുഷ്യനാണ്, സഹജീവികളോടൊരു സ്നേഹം, ഞാൻ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതല്ല. ഇന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒക്കെ ബിസിനസ്സായി. കുട്ടികളെ കള്ളക്കടത്ത് ചെയ്യുക. എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്? മായം ചേർക്കുക ഭക്ഷണങ്ങളിൽ. ഒരു ഭാഗത്തുനിന്ന് ഭക്ഷണങ്ങളിൽ ഇങ്ങനെ മായം ചേർത്ത് വിടുന്നു, അത് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ആസ്പത്രിയിൽ പോകുന്നു. ആസ്പത്രിയിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ? അവിടെ വീണ്ടും നമ്മളെ പിഴിയുന്നു. ആരെയും കുറ്റം പറയല്ല, ഈ സംവിധാനമല്ലേ ഇപ്പം നമ്മുടേത്. ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ പിഴിഞ്ഞ് കാശുണ്ടാക്കുവാൻ അവനും ഇത് അനുഭവിച്ചേ തീരൂ. കാരണം ഇങ്ങനെ മായം ചേർത്തിട്ട് അവനും ഈ ഭക്ഷണം കഴിച്ചിട്ട് ആസ്പത്രിയിൽ പോകും. അവിടെയും നമ്മളെ പറ്റിക്കുന്നവരും പിഴിയുന്നവരും അവനും ഇതേമാതിരിയൊക്കെ രോഗം വരും. അപ്പൊ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല.
നമ്മൾ ആ ധർമ്മത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ പറ്റൂ. ധർമ്മം ബേസ് ചെയ്തിട്ട് അർത്ഥങ്ങളും കാമങ്ങളും അനുഭവിച്ചോളൂ. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും, മുക്തി കിട്ടും. എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത ശാന്തിയുള്ള ഒരവസ്ഥ കിട്ടും. ഇതാണ് ഭാരതം പഠിപ്പിക്കുന്ന ഭാരതത്തിന്റെ സംസ്കൃതി. ഇതറിയാതെ നമുക്കിന്ന് കുറേ പണം വേണം, ഇത് മാത്രമുള്ള ഒരു ചിന്തയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ദുരന്തം, മറ്റുള്ളവരുടെ ജീവിതവും ദുരന്തമാകും. കാരണം ഈ പണം സമ്പാദിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ഇന്നിപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ മറഞ്ഞുപോയ നഷ്ടപ്പെട്ട ധർമ്മം നമ്മൾ തിരികെ കൊണ്ടുവരണം. അതിന് നമ്മുടെ സംസ്കൃതിയെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചേ തീരൂ. ഓരോ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ധർമാർത്ഥ കാമ മോക്ഷത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം.